സയൻസ് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത് ചെറിയൊരു മോട്ടിവേഷൻ സ്പീച്ചുമായിട്ടാണ്. APJ അബ്ദുൽ കലാം സാർ തൻ്റെ ഒരു ഫേമസ് പേജിൽ പറഞ്ഞിട്ടുള്ള വിജയിക്കാനായിട്ടുള്ള 4 റൂൾസ് മന്ത്ര, അതാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വിജയത്തെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, നമ്മളുടെ ഫെയിലുവേഴ്സിനെയും നമ്മൾ തോൽക്കുന്ന ആ ഓരോ സിറ്റുവേഷൻസ് അതിജീവിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. എസ്പെഷ്യലി നമ്മളെപ്പോലെ ആയിട്ടുള്ള ആളുകൾ. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് ചില ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന്. ചിലരുടെയൊക്കെ കാരണങ്ങൾ വളരെ നിസ്സാരമായിരിക്കും. സോ പ്രോബ്ലംസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുവാനാണെങ്കിലും ശരി, എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ശരി, പല സാഹചര്യങ്ങളിലും നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സോ പ്രോബ്ലംസിനെ ഒരിക്കലും നമ്മൾ നമ്മുടെ ക്യാപ്റ്റൻ ആക്കരുത്. നമ്മൾ പ്രോബ്ലംസിൻ്റെ ക്യാപ്റ്റൻ ആകണം. അതുകൊണ്ട് പ്രോബ്ലംസിനെ എതിർത്ത് തോൽപ്പിച്ച് വിജയിക്കുകയും ചെയ്യണം. ലേണിംഗ് പഠിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നു. ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ഇമാജിനേഷൻസിൻ്റെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. എലോൺ മസ്ക്, ന്യൂട്ടൺ, ഐൻസ്റ്റീൻ എന്നിവരെല്ലാം അവരുടെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചവരാണ്. ഇന്നോവേഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നാണ്. അതും കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ട്, നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ട്. വരാൻ പോകുന്ന ഔട്ട്കമ്മിങ്ങിനെ ഇമാജിൻ ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ഫോഴ്സും വർക്ക് ചെയ്ത് അവസാനം അത് ഇൻവെൻഷൻസിൽ ചെന്ന് എത്തുകയും ചെയ്യും. സോ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഗ്രേറ്റ് എയിം, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ്ലി അക്യൂർ നോളജ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഹാർഡ് വർക്ക്, കഠിനമായി പ്രയത്നിക്കുക. പെർസിവിയർ, നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഈ 4 കാര്യങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. താങ്ക് യു.